അത് ശരിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആ സമയത്ത് അവരെ തോന്നിക്കുന്ന അവരുടെ ആ ചക്രാസ് ഉണ്ടല്ലോ, അതിൽ ശനി അവരുടെ യൂണിവേഴ്സൽ എനർജി അവിടെ ബ്ലോക്കായി കിടക്കുക. ഇപ്പം 7:30 ശനി പോകുന്ന സമയത്ത് എല്ലാം കൊടുത്തിട്ട് പോകുന്ന പറയാൻ 7:30 ശനിയിൽ വീട് വെക്കുക. കടം വാങ്ങിച്ചാണെങ്കിലും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് സാധിക്കും, കല്യാണം നടക്കും. സഹസ്രാര ചക്രം ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവനൊന്നും ചെയ്യാൻ ഒന്നും കഴിയില്ല. നമ്മുടെ കുംഭക്കൂറിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഇന്നും ജോലി കിട്ടാത്തവരുണ്ട്. സഹസ്രാരവത്തിൽ ബ്ലോക്കായി കിടക്കുക. അപ്പൊ തന്നെ അവന് ശനി ബാധിച്ചു. ആ സഹസ്രാരവും ഓപ്പൺ ആണെങ്കിൽ അവന് എല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഭാര്യയ്ക്ക് അസുഖം വരുമെന്ന് പറയുമ്പോൾ അയ്യോ ഭാര്യയ്ക്ക് അസുഖം വരുമെന്ന് പറഞ്ഞു, അതങ്ങനെ പറയാൻ പാടുമോ എന്ന് ചോദിച്ചു. അതുപോലെ എന്തെങ്കിലും ഒരു കേസോ പ്രശ്നങ്ങളോ ഒരു ഈവൻ ഒരു ചെക്കേഴ്സ് വന്നാലും അത് തീർക്കാനുള്ള മാർഗം അവനവിടെ വരും. പക്ഷെ അവിടെ തുകയുടെ വലുപ്പത്തെക്കാൾ ഉപരിയായിട്ട് ഇത് ഈ കിട്ടുന്ന റിസൾട്ടിനാണ് പ്രാധാന്യം. ശനി ബാധിക്കുന്നവനെ എന്തായാലും ശനി ബാധിക്കാതിരിക്കാൻ പൂജകൾ മാത്രം പോരാ. മാധ്യമത്തില് വ്യൂവേഴ്സിന് ഉണ്ടാക്കാനും ഒരുപാട് ആളുകളെ പേടിപ്പിക്കാനും ഒരുപാട് വർക്ക് കിട്ടാനും ഇപ്പൊ കോമ്പറ്റീഷനാണ്. പണ്ട് ജ്യോതിഷത്തിൽ ഞാനൊക്കെ ജ്യോതിഷം പഠിച്ചിരുന്ന സമയത്ത് 3 പേരായിരുന്നു ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. ശനീശ്വര പൂജ. സാധാരണ ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്, പ്രതീക്ഷയുണ്ട്. ജ്യോതിഷന്മാർക്കിടയിൽ പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പെടുത്തലുകൾ കൊണ്ടും 2 ഫിലോസഫി കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് ജ്യോതിഷം. അതിൽ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനി, ജന്മശനി, ഈ പറയുന്ന അഷ്ടമശനി, 7-2 ശനി, ഇങ്ങനെ പല സെഗ്മെന്റുകളിൽ ആൾക്കാർ വളരെ പേടിപ്പെടുത്തലുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ശനിയെ പേടിക്കാതെ ശനീശ്വര പൂജ ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ശനീശ്വര പൂജ ശരിക്കും വർക്ക് ചെയ്യുന്നൊരു പൂജയാണോ? ശനി എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞ് ശനിയെ പേടിക്കുകയാണ് എല്ലാവരും. കാരണം ഇപ്പോ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഞാനും മാധ്യമത്തിലാണെങ്കിൽ പോലും മാധ്യമത്തില് വ്യൂവേഴ്സിന് ഉണ്ടാക്കാനും ഒരുപാട് ആളുകളെ പേടിപ്പിക്കാനും ഒരുപാട് വർക്ക് കിട്ടാനും ഇപ്പൊ കോമ്പറ്റീഷനാണ്. പണ്ട് ജ്യോതിഷത്തിൽ ഞാനൊക്കെ ജ്യോതിഷം പഠിച്ചിരുന്ന സമയത്ത് 3 പേരായിരുന്നു ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ആ 3 പേരിൽ 2 പേർക്ക് മാത്സ് അറിയില്ല. ജ്യോതിഷം മാത്സ് ആണ്, 2 പേർക്ക് മാത്സ് അറിയില്ല, ഒരാൾക്കേ അറിയുള്ളൂ. അത് കുത്തിക്കുറിച്ചിരുന്ന് പഠിച്ചിരുന്ന് നമ്മൾ ജ്യോതിഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുവിധമൊക്കെ നമ്മുടെ ലൈഫ് പോയിട്ടുണ്ടാവും. ഇപ്പൊ അതല്ല, ഇപ്പൊ ഇഷ്ടംപോലെ കോമ്പറ്റീഷനാണ്. അതെ, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, മത്സരമാണ്. ഇപ്പൊ ജ്യോത്സ്യന്മാരുടെ മത്സരമാണ്. യൂട്യൂബിലേക്ക് എടുത്ത് നേരെ അപ്ലോഡ് ചെയ്ത് പോവാം. അപ്പൊ ശനി എന്താന്ന് വിചാരിച്ചിട്ടല്ല ഇവർ പറയുന്നത്. ശരിക്കും ശനി എന്താന്ന് വെച്ചാൽ ഈ പറയുന്നവന് ശനിയാണ്, എനിക്കും എല്ലാവർക്കും ശനിയുണ്ട്. പക്ഷെ ശനി എന്ന് പറയുന്നത് പേടിപ്പിക്കേണ്ട ഒന്നല്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ 19 വർഷത്തെ ശനിദശാകാലം, ഈ 19 വർഷത്തെ ശനിദശാകാലത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട് ആചാര്യന്മാര്. അത് എല്ലാവരുടെ ലൈഫിലും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്നുണ്ട്. അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ശനീശ്വര പൂജ, ശാസ്താവിനെ ഭജിക്കുക, മഹാദേവനെ ഭജിക്കുക. ഇപ്പൊ കോടി ജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നു വിചാരിച്ച് ഇവരുടെ എല്ലാവരും ശനി മാറുന്നില്ല. അവരെല്ലാവരും എല്ലാ വർഷവും പോകുന്നു. അത് ഒരു യാത്രയാണ്. ശബരിമലയിൽ പോയി ഭഗവാനെ തൊഴുതു വരിക, അയ്യപ്പനെ തൊഴുക എന്നുള്ളത്. തൊട്ടടുത്തുള്ള അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ വിശദമായിട്ട് ഒരു വ്രതം എടുത്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു സാധാരണ രീതിയിൽ ഒരു ശനിയാഴ്ച ദിവസം ഭഗവാനെ അയ്യപ്പനെ ഒന്ന് പോയി തൊഴുതാലും ആ ഒരു ബലം കിട്ടുന്നുണ്ട്. ശബരിമല അല്ല എന്ന് വിചാരിച്ചിട്ട്. എങ്കിലും ഈ ശാസ്താവിനെ നമ്മൾ ഭജിക്കുന്നത് ശനീശ്വര ഇതാണ്, ശനീശ്വര പൂജയാണ്. അല്ലെങ്കിൽ ശനീശ്വര എള്ള് പായസം കഴിക്കുക എന്ന് പറയുന്ന ഒന്നുണ്ട് ശാസ്താവിന്, എള്ള് പായസം. മിക്കവാറും ശാസ്താവിന്റെ അമ്പലങ്ങളിൽ ഇപ്പം അതില്ല, വളരെ കുറച്ച് അമ്പലങ്ങളിലേ ഉള്ളൂ. അതുപോലെ തന്നെ എള്ള് തിരി എന്ന് പറയുന്നത് നിരാഞ്ജനമാണ്. നമ്മൾ പണ്ടും പല വീഡിയോകളിലൊക്കെ പറഞ്ഞു, നീരാഞ്ജനമാണ് ശരിക്കും പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എൻ്റെ മകന് വേണ്ടി ഞാൻ നീരാഞ്ജനം കത്തിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. നീരാഞ്ജനം ആര് കത്തിക്കുന്നോ അയാൾക്കാണ് അതിന്റെ റിസൾട്ട്. അച്ഛന് വേണ്ടി മകന് വേണ്ടി അച്ഛൻ കത്തിച്ചാൽ മകനെ കിട്ടില്ല. പിന്നെ ഒരു ഭാഗ്യസൂക്തം ചെയ്യാം അയ്യപ്പന്. അപ്പൊ ഇങ്ങനെയുള്ള ശനീശ്വര പൂജകളൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ശനി ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ശനി വരുന്നു എന്ന് പറഞ്ഞിട്ട് ശനി ബാധിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഈ മാർച്ച് 29 ശനി മാറുന്നു എന്ന് പറയുന്നു. ഈ മാറുന്ന ശനിയേക്കാൾ ഇപ്പുറത്ത് ശനി ദോഷമുള്ളവർക്കുണ്ടെങ്കിൽ അഷ്ടമശനി വരുന്നു. അഷ്ടമശനി വരുന്നു എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. അഷ്ടമത്തിൽ ശനി ആരെയും മരിക്കാൻ അനുവദിക്കുന്നില്ല. രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് നേരത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ, കാര്യങ്ങൾ, കുറച്ച് പ്രാർത്ഥനകൾ, മന്ത്രങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നാമം ചെല്ലുക, വീട്ടിലിരുന്ന് നാമം ചെല്ലുക. അത് കലികാലത്ത് നാമജപം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ചെല്ലുക. പിന്നെ അതുപോലെ തന്നെ ശനി ബാധിക്കാതിരിക്കാനായിട്ട് ശനിയാഴ്ച ദിവസം എണ്ണ തേച്ച് കുളിക്കുക. ഇപ്പം എണ്ണ തേക്കൽ ഫാഷനില്ല, ആരും ചെയ്യാറില്ല. പക്ഷെ ശരിക്കും ഒറിജിനൽ ആട്ടിയ എണ്ണ വെച്ച് ശനിയാഴ്ച ദിവസം നമ്മൾ നെറിയയിൽ വെച്ച് തേച്ച് കുളിക്കുക. ഇരുമ്പിൻ്റെ വിളക്കുകൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയൊരു ചരാത് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ദീപം കത്തിക്കുക. ശനിയാഴ്ച ദിവസം നമുക്ക് അത് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കാക്കയ്ക്ക് എള്ളുകൂട്ടി ചോറ് കൊടുക്കുക. ഇപ്പം ഇതിങ്ങനെ പറഞ്ഞ് ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതായി ശനിയെ പേടിച്ചിട്ട്. പക്ഷെ അതല്ല. 7:30 ശനി എന്ന് പറഞ്ഞാൽ 7:30 ശനി 8 വർഷത്തോളം നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ശനി വരാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അതിന് മുൻപ്
അതിൻ്റെ ആ കോൺസിക്വൻസ് അനുഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്തു പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 90% നമ്മളെ ശനി ബാധിക്കില്ല. പ്രത്യേകിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾ അർദ്ധരാത്രി സമയങ്ങളിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, അനാവശ്യമായ ഒരു തരത്തിലുള്ള ഇപ്പോൾ വേറെ പല മദ്യപാനം കാര്യങ്ങൾ, കൂട്ടുകെട്ടുകളൊക്കെ പരിപാടികളൊക്കെ ഇതുകളൊക്കെ അവസാനിപ്പിച്ച്, ശനിയാണെങ്കിൽ ദോഷമുള്ള സമയമാണ്, വീട്ടുകാരുമായിട്ട് കൂടി ചേർന്ന് സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ക്ഷേത്ര ദർശനങ്ങൾ, പിതൃക്കൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. പിതൃക്കൾക്ക് പുണ്യം, അമാവാസി ദിവസങ്ങൾ പിതൃക്കൾക്ക് പിണ്ണം വയ്ക്കുന്ന ശനിദോഷം ബാധിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമാണ്. അത് അമാവാസി ദിവസം, തലേ ദിവസം ഒരിക്കലുണ്ട്, അമാവാസി ദിവസം പിതൃക്കൾക്ക്, അമാവാസി പിതൃക്കളുടെ ദിവസമാണ്. അന്നേ ദിവസം നമ്മൾ പിതൃക്കൾക്ക് ബലിയിടുക. അത്രമാത്രം ചെയ്താൽ മതി, ശനി പകുതി നമ്മളെ ബാധിക്കില്ല. പിന്നെ അതുപോലെ ഈ പറയുന്ന രീതിയിലുള്ള ശാസ്ത്ര, ഇപ്പം എല്ലാവർക്കും അമ്പലത്തിൽ, ഇപ്പോൾ വിദേശത്തുള്ളവർക്കൊന്നും അമ്പലത്തിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. വീട്ടിൽ തന്നെ നമുക്ക് ശനിക്ക് പരിഹാരമായിട്ട് പലതും ചെയ്യാം. വീട്ടിലൊരു എഴുതിരി കത്തിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കത്തിച്ച് വയ്ക്കാം. ശാസ്ത്ര മന്ത്രങ്ങൾ ജപിക്കാം. ഒരു നേരം ഭക്ഷണം കഴിച്ച് സൂര്യ അസ്തമന സമയത്ത് എള്ളും ഉണക്കലരിയും ചെറുപയറും കൂടെ ഒരുമിച്ചിട്ടിട്ട് കഞ്ഞി പോലെ വേവിച്ചിട്ട് നെയ്യൊഴിച്ച് ജീരകം ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് മാത്രം ഭക്ഷണമായിട്ട് കഴിക്കുക. രാത്രി ഒരു അർദ്ധരാത്രി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ശനിയാഴ്ച ദിവസം ശനി ബാധിക്കില്ല നമ്മളെ, ശനി ബാധിക്കാതിരുന്നോളും. കാരണം ഇങ്ങനെ കുറച്ച് നിഷ്ഠകൾ ജീവിതത്തിൽ, യൂഷ്വൽ ലൈഫിൽ കുറച്ച് നിഷ്ഠകൾ കൊണ്ടുവന്നാൽ ശനി ബാധിക്കില്ല. ശാസ്ത്ര ഭജനം എന്ന് പറയുന്ന ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ശാസ്ത്ര മന്ത്രങ്ങളുണ്ട്. എല്ലാവർക്കും കോമൺ അല്ല. ഇത് എല്ലാവരും അവരുടെ ഓരോ നക്ഷത്രത്തിന് നോക്കിയിട്ട് അത് നിരന്തരം ഒരു 108 ഒരു ജപിക്കുകയാണെങ്കിൽ ശനിദോഷം മാറും നമുക്ക്. പിന്നെ നമുക്ക് ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും വൃദ്ധരായവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കുക. അത് ശനിദോഷത്തിന് ഏറ്റവും പ്രാധാന്യമാണ്. ശനി ഗോചരം ചെയ്ത് ഇങ്ങനെ കൊണ്ട് ഇരിക്കും. പക്ഷേ അതിനിടയിൽ നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ശനി ബാധിക്കാതിരിക്കും. ശനി പേടിക്കേണ്ട, തൊഴിൽ ദാതാവാണ്. അതായത് തെറ്റ് ചെയ്യുന്നവന് വിധി കൽപ്പിക്കുന്നതാണ് ഭഗവാൻ ശിവൻ. അതുകൊണ്ടാണ് ആ ഒരു ശനിയുടെ ഇത് ദോഷം എന്ന് പറയുന്നത്. തെറ്റേ ചെയ്യുന്നുള്ളൂ എന്ന് വരുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ നമുക്ക് ദോഷങ്ങളായിരിക്കും. ഈ 7.5 ശനിയില് ആദ്യത്തെ 2.5 കാലവും മധ്യത്തിലെ 2.5 കാലവും ലാസ്റ്റത്തെ 2.5 കാല സമയങ്ങളിൽ ശനി പോകുന്ന സമയത്ത് എല്ലാം കൊടുത്തിട്ടാണ് പോകുമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾക്ക് കിട്ടാത്തത് എന്താണോ, മേ ബി വീടായിരിക്കാം, ചിലപ്പോൾ കല്യാണമായിരിക്കാം, എന്തൊക്കെ യോഗങ്ങളുണ്ടോ അതെല്ലാം കൊടുത്തിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലുള്ള ചൂഷണങ്ങൾ വളരെ വിദൂരമല്ല, വളരെ അടുത്ത് തന്നെ ഉള്ളതാണ്. എല്ലാ ജ്യോതിഷന്മാർക്കും, എല്ലാം ഞാൻ പറയുന്നില്ല, വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ദൈവജ്ഞന്മാരുണ്ട്. അവരൊക്കെ വളരെ മേഡം പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള പേയ്മെൻറ്റുകൾ മേടിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനും അപ്പുറം ശനീശ്വര പൂജ എന്നൊക്കെ പറഞ്ഞ് 1 ലക്ഷം രൂപ മേടിക്കുന്നത്. അതെ, എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ 1 ലക്ഷം രൂപ മേടിക്കുന്നവർക്ക് ഒരു സാമാന്യ ഒരു വിദേശത്തുള്ള ഒരു പൂജ പറഞ്ഞപ്പോ 2.25 ലക്ഷം രൂപ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇവിടെ നാട്ടിൽ നിന്ന് അവിടെ വന്ന് ചെയ്യുന്നതിന് അത്രയാവും എന്ന് പറഞ്ഞു. ഒരു പൂജയ്ക്ക് 2.25 ലക്ഷം രൂപ അവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഹവനം, ഹോമം ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതൊക്കെ. അത് തന്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതിൽ ചെന്ന് വീണ് കൊടുക്കുന്നവർക്ക് ഓക്കെ, അത് ഇതാണ്. അതേസമയം നമ്മൾ ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു ഹോമം ചെയ്ത് അവരൊക്കെ ഒരു ഏലസം കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അവരത് ഉണ്ടാവില്ല. കാരണം ഇവിടെ 1 ലക്ഷം പറഞ്ഞ പൂജ 10,000 മാം പറഞ്ഞു. അപ്പൊ അതിന് വില ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വില നിശ്ചയിക്കുന്നത് ഈ തുകയുടെ ഒരു വലിപ്പം അനുസരിച്ചിട്ടാണ്. പക്ഷെ അവിടെ തുകയുടെ വലിപ്പത്തെക്കാൾ ഉപരിയായിട്ട് ഈ കിട്ടുന്ന റിസൾട്ടിനാണ് പ്രാധാന്യം. ശനി ബാധിക്കുന്നവനെ എന്തായാലും ശനി ബാധിക്കാതിരിക്കാൻ പൂജകൾ മാത്രം പോരാ. ശനി ബാധിക്കാതിരിക്കണമെങ്കിൽ അയാളും കൂടെ മനസ്സ് വെക്കണം. അയാളും കൂടെ മനസ്സ് വെച്ചിട്ടേ കാര്യമുള്ളൂ. പൂജ ചെയ്യുന്ന പൂജാരി അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ശനി ബാധിച്ചില്ല എന്നുള്ളതല്ല. അയാളും കൂടെ ഇപ്പം 7.5 ശനി പോകുന്ന സമയത്ത് എല്ലാം കൊടുത്തിട്ട് പോകുന്ന പറയാൻ 7.5 ശനിയിൽ വീട് വെക്കുക. കടം വാങ്ങിച്ചാണെങ്കിലും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് സാധിക്കും. കല്യാണം നടക്കും, വിദേശവാസം നടക്കും, പോലീസ് കേസ് ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസമെങ്കിലും സ്റ്റേഷൻ്റെ മുമ്പിലോ ജയിലിലോ ചെന്ന് ചേരുന്ന ഒരു കാലഘട്ടമുണ്ട്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് എങ്ങനെയെങ്കിലും കടം മേടിച്ചാലും വിദേശത്ത് പോകാൻ 7.5 ശനിയിൽ നടക്കും. അത് ആദ്യത്തേതിലോ രണ്ടാമത്തേതിലോ ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ ഈ 2.5 വർഷം കഴിയുമ്പോൾ 7-8 വർഷത്തോളം അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പോകുന്ന സമയത്ത് ഈ കടമൊക്കെ ഒന്ന് തീർന്ന് അയാളൊന്ന് സെറ്റായി വരുന്നതേ ഉണ്ടാവുള്ളൂ. 7.5 ശനി പോകുന്ന സമയത്തല്ല ഇത് കൊടുത്തിട്ട് പോയി. ഈ സമയത്ത് തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഇതെല്ലാം നശിച്ചവരുണ്ടാവാം. തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ കഴിഞ്ഞ 2020 ശനിമാറ്റം, 2020 ജനുവരി 24 ശനിമാറ്റത്തിൽ നമ്മുടെ കുംഭക്കൂറിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഇന്നും ജോലി കിട്ടാത്തവരുണ്ട്. ഇപ്പം ഈ വരുന്ന ശനി കഴിയുമ്പോൾ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് ശനി പോയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, ഉള്ള തൊഴിൽ കളയരുതെന്ന് പറയാറുണ്ട്. പക്ഷെ അവർ ആ തൊഴിൽ കളഞ്ഞിട്ട് അടുത്ത തൊഴിലിനെ നോക്കി അവർക്ക് സാധിച്ചില്ല. അവിടെ പ്രായം പ്രശ്നം,
പ്രശ്നമാവാം, അവരുടെ ശമ്പളം പ്രശ്നമാവാം, കുടുംബം രണ്ടിടത്താണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവർക്ക് പല നഷ്ടങ്ങളും വന്നത്. അത് ശനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആ സമയത്ത് അവരെ തോന്നിക്കുന്ന അവരുടെ ആ ചക്രാസ് ഉണ്ടല്ലോ, അതിൽ ശനി അവരുടെ യൂണിവേഴ്സൽ എനർജി അവിടെ ബ്ലോക്കായി കിടക്കുക, സഹസ്രാരവത്തിൽ ബ്ലോക്കായി കിടക്കുക. അപ്പം തന്നെ അവന് ശനി ബാധിച്ചു. ആ സഹസ്രാരവം ഓപ്പൺ ആണെങ്കിൽ അവനെല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഏഴര ശനി പോകുന്ന പോക്കിലല്ല, അവർക്കിതെല്ലാം കിട്ടിയിട്ടുണ്ടാവാം. അതിൻ്റെ സൊല്യൂഷൻസ് കാണുന്നത് ഏഴര ശനിക്ക് അപ്പുറത്തേക്കാണ്. ഇപ്പൊ ഈ വീടിന് കടം ഉണ്ടെങ്കിൽ അവൻ ഏഴര ശനി കഴിയുന്നതോടുകൂടി ആ കടത്തിനൊരു സൊല്യൂഷൻ അവിടെ വരും. ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം അടച്ചു തീർക്കാനുള്ള സൊല്യൂഷൻ അവൻ അവിടെ വരും. അതുപോലെ എന്തെങ്കിലും ഒരു കേസോ പ്രശ്നങ്ങളോ ഒരു ഈവൻ ചെറിയ ചെക്കേഴ്സ് വന്നാലും അത് തീർക്കാനുള്ള മാർഗം അവനവിടെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നത് ഏഴര ശനി കഴിയുമ്പോഴാണ്. അപ്പം പറയുന്ന ആളെ തീർന്നു കഴിയുമ്പോൾ എല്ലാം കൊടുത്തിട്ട് പോലെ ഭഗവാൻ ശനിയുടെ സമയത്ത് തന്നെ നമുക്കെല്ലാം തരും. അതിനുവേണ്ടി 1,00,000 രൂപയുടെ പൂജയൊന്നും ചെയ്യണമെന്നില്ല. ഇവിടെ പറഞ്ഞ പോലെ ഈ പറയുന്ന സഹസ്രാര ചക്രം ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവനൊന്നും ചെയ്യാൻ കഴിയില്ല. സോ അതിന് മുകളിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഉപാസന. അതെ. അപ്പോൾ അങ്ങനെ വരാത്ത ആൾക്കാർ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ ചിലപ്പോൾ ഈ പറയുന്ന പേയ്മെൻറ്റുകളിലേക്ക് പോയി വിടാം. സോ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ശനിയെ പേടിക്കാതെ ശനിയുടെ മൂലമന്ത്രങ്ങളും ശനിയുടെ ജപവും ശനിയുടെ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുകയും അതിനു പുറമെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് സാധാരണ ഒരു സാധകന് ചെയ്യാൻ പറ്റുന്ന ജപം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉപായങ്ങളുണ്ട്. ഈ പറയുന്ന മേഡം പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയൊരു പേയ്മെന്റ് ഒന്നും കൊണ്ടുകൊടുക്കാതെ. എന്നാൽ എല്ലാ ജ്യോതിഷന്മാരും പറ്റിക്കപ്പെടുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ, നല്ല ജ്യോതിഷന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സാധനം ആദ്യം വേണ്ടത്. മേഡം പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ശനിയും ബാധിക്കില്ല. ഇന്ന് ഈ ഇടയ്ക്കൊരു കോൺട്രവേഴ്സി ടോക്കിനകത്ത് ഉണ്ടായിരുന്നതാണ്, എത്രയോ ലക്ഷം കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി നമ്മളെ ബാധിക്കുമോ, ശനിക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നൊരു ടോക്ക് വരെ ഉണ്ടായി. കർമ്മദാതാവാണ്, വിധിദാതാവാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ശനി എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെ തലയ്ക്ക് കയറി പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ശനി അതിപ്പോ ഞാൻ എൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലൊക്കെ എടുത്ത് നോക്കിക്കറിയാം, നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ദോഷമുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ വരാം, ഭാര്യയ്ക്ക് അസുഖം വരും എന്ന് പറയുമ്പോൾ അയ്യോ ഭാര്യയ്ക്ക് അസുഖം വരുമെന്ന് പറഞ്ഞു, അതങ്ങനെ പറയാൻ പാടുമോ എന്ന് ചോദിച്ചു. പറഞ്ഞത് എന്തുകൊണ്ടാണ്, നമുക്കത് ഇന്നൊരു ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ഒന്ന് കണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു. ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് ചോദിച്ചു. അയാൾക്ക് ആയുസ് അത്രേ ഉള്ളൂ, അതുകൊണ്ട് മരിച്ചു. അത് ജോത്സ്യന്റെ കുറ്റമല്ല. അസുഖം ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നുണ്ട്, ചെറിയൊരു പ്രിക്കോഷൻ ഒന്ന് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അത് ശനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശനിയിൽ ഇന്ന കാര്യം, ഇപ്പം എനിക്ക് ശനി ബാധിക്കുന്നുണ്ട്, എനിക്ക് അഷ്ടമ ശനിയാണ്, എനിക്കറിയാം, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രശ്നങ്ങൾ വരാം. അപ്പം ഞാൻ ചെയ്യുന്ന എന്താ, ഞാൻ 3 മാസം മുമ്പേ അതിനുള്ള പ്രിക്കോഷൻസ് നാമജപങ്ങളായിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും വീട്ടിൽ കുറച്ചുകൂടെ പ്രാർത്ഥനകൾ കൂട്ടി. ഉപാസകനായതുകൊണ്ടോ അല്ലെങ്കിൽ ഉപാസകയായതുകൊണ്ടോ എന്നെ ശനി ബാധിക്കാതിരിക്കുന്നില്ല, ബാധിക്കുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും അതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കും അറിയാം ഇന്ന കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ അതിന് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ ദൈവം ഇങ്ങനെ ഇതാക്കിയിട്ടല്ല. അത് തന്നെയാണ് സാധാരണക്കാരായ മനുഷ്യൻ. അതിന് 1 കോടി രൂപ മുടക്കി പൂജകൾ കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നവരെ ചീത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എനർജി ഇവരിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്താലും അവിടെ അത് ബ്ലോക്കാണ്. അപ്പൊ അത് ശനിയാണ്. ആ ശനിയെ ഇവരെടുത്ത് പുറത്തേക്ക് കളയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് നടക്കാനും പറ്റും. സന്തോഷം. എല്ലാവർക്കും ശനിദോഷം വരാതിരിക്കട്ടെ. ശനി ദശാകാലങ്ങളിൽ എടുക്കേണ്ട പ്രിക്കോഷൻസും പൂർണ്ണ രീതിയിലുള്ള ഉപവാസങ്ങളും ജപങ്ങളും ഉറക്കി കൊണ്ടുപോകട്ടെ. നല്ലത് മാത്രം വരട്ടെ. നന്ദി. നമസ്കാരം.